കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏജ് ഓവർ ആയ ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് 18 to 40 വരെയുള്ള ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ EWSന് സംവരണം കൂടാതെ ഏജ് റിലാക്സേഷൻ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുകൂടാതെ SC/ST-കാർക്കും OBC-കാർക്കും അവരുടേതായ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ EWS കാറ്റഗറിയിൽ പെടുന്നവർക്ക് 43 വയസ്സ് വരെയും, OBC-കാർക്ക് 43 വയസ്സ് വരെയും, SC/ST-കാർക്ക് 45 വയസ്സ് വരെയും അപേക്ഷിക്കാൻ വിധത്തിലുള്ള ഡേറ്റ എൻട്രി ഓപ്പറേറ്ററും അതുപോലെ തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററും അതുപോലെ തന്നെ ടൈപ്പിസ്റ്റും തസ്തികകളിലേക്ക് ധാരാളം ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി നിങ്ങളുടെ അടുത്തുള്ള സഹകരണ ബാങ്കുകളിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ടും അതുപോലെ തന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടൊക്കെ അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് ആയിട്ടൊക്കെ ജോലി ലഭിക്കാവുന്ന രീതിയിലുള്ള നോട്ടിഫിക്കേഷനുകളാണ് ധാരാളമായിട്ട് വന്നിട്ടുള്ളത്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് 4 ഒഴിവുകളാണ് ഉള്ളത്. കൂടാതെ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും കൂടാതെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ തത്തുല്യമായ സർട്ടിഫിക്കറ്റും കൂടാതെ 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള യോഗ്യതയായിട്ട് പറയുന്നത്. അടുത്തതായിട്ട് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തിക. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിലും 4 ഒഴിവുകളാണ് നിലവിൽ ഉള്ളത്. അതില് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് MCA, BTech, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി. അതുപോലെ തന്നെ ഇതിലെ എക്സ്പീരിയൻസ് പറയുന്നത് 3 വർഷത്തെ പ്രവൃത്തി പരിചയവും കൂടി ആവശ്യമുള്ള ആവശ്യം ഉണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് 3 വർഷത്തെയും കൂടെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 24,730, 68,810 ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. അപ്പോൾ ഇതിന്റെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇപ്പോൾ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണും അടുത്ത ടൈപ്പിസ്റ്റ് തസ്തികയിൽ ഭിന്നശേഷി വിഭാഗത്തിന് വേണ്ടിയുള്ള ഒരു ഒഴിവ് മാത്രമാണുള്ളത്. അതും ഏജ് ലിമിറ്റ് 18 to 40 ആണ് ഏജ് ലിമിറ്റ്. അപ്പോൾ ഇതിലേക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട അവസാന തീയതി 22/1/2026 ആണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാരണം ഏജ് ലിമിറ്റ് സാധാരണ വ്യത്യാസമുള്ള ധാരാളം തസ്തികകളിൽ ഒഴിവുകൾ വരുമ്പോൾ പലപ്പോഴായിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒന്നാണ് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററും ടൈപ്പിസ്റ്റും ഒക്കെ തസ്തികകളിൽ ധാരാളം ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ സൈറ്റിൽ കയറിയതിന് ശേഷം 1 day രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ 1 day രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്തവർക്ക് അതിലൂടെ അപേക്ഷിക്കുക, ചെയ്യാത്തവർക്ക് പുതുതായിട്ട് 1 day രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ധാരാളം അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏജ് ലിമിറ്റ് വ്യത്യാസമുള്ള തസ്തികകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇങ്ങനെയുള്ള ധാരാളം അവസരങ്ങൾ പലപ്പോഴായിട്ട് വരുമ്പോഴൊക്കെ തന്നെ നമ്മൾ ഇതുപോലെ ക്ലാസ്സുകളൊക്കെ തന്നെ എടുത്ത് ഇടാറുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചവർക്കും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചവർക്കും ടൈപ്പിസ്റ്റ് തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നവർക്കൊക്കെ വേണ്ട പഠിക്കുന്നതിന് ആവശ്യമായ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.